പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ്, ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതാ കമ്മീഷൻ വേണം കേട്ടോ, 100% വേണം. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ്? കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച്, അവർക്ക് മെന്ററിങ്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ ഒരു ഒരു പുരുഷ കമ്മീഷൻ, മെൻസ് കമ്മീഷൻ വേണം. അതില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത്. ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും, വിമർശനം തുടരും, പോരാട്ടം തുടരും. ഈ വരുന്ന ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും. ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി 2 MLA-മാർക്കാണ് നിവേദനം നൽകുക. 2 പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത്. ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ്, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ. അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ, പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു.